ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണോ? ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ തക്കാളി ചെടിക്ക് കുറച്ച് മണ്ണും വളമൊക്കെ കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പം അതിൻ്റെ പരിപാടിയായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പം നമ്മുടെ തക്കാളി ചെടിയൊക്കെ നട്ടിട്ട് 2 ആഴ്ചയോളം ആയി. അപ്പോൾ അതിന് നമുക്ക് പിന്നെ മണ്ണും വളവും ഒന്നും ഇട്ട് കൊടുത്തിട്ടില്ല. നമ്മൾ ഇടയ്ക്ക് വളമൊക്കെ ഇട്ട് ആഴ്ചയിൽ ഒരു 10 ദിവസം കൂടുമ്പോഴെങ്കിലും മണ്ണും വളമൊക്കെ കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. നമ്മൾ നനയ്ക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ വേര് തെളിഞ്ഞ് കാണുന്നതിന് മുമ്പ് തന്നെ വേഗം ഇട്ട് കൊടുക്കണേ. അപ്പോൾ ഇവിടെ ഞാൻ മണ്ണും ചാണകപ്പൊടിയും കൊക്കോപ്പീറ്റും കുറച്ച് വളവും പിന്നെ നമ്മുടെ തേങ്ങാപ്പിണ്ണാക്ക് കുതിർത്തതും കൂടി നന്നായി മിക്സ് ചെയ്ത് ആ മിക്സാണ് കേട്ടോ നമ്മുടെ ചെടീൻ്റെ ചുവട്ടിലേക്ക് നിറച്ച് കൊടുക്കുന്നത്. അതിന് ശേഷം അതിനകത്തേക്ക് കുറച്ച് കരിയിലയും കൂടെ പൊതിയിട്ട് നനച്ച് നന്നായി കൊടുക്കുകയാണ് കേട്ടോ. നമ്മൾ എത്രത്തോളം വളവും മണ്ണും ഒക്കെ എന്തൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിലും നമ്മൾ ദിവസം തക്കാളി ചെടിയും ഏത് പച്ചക്കറി നട്ടിട്ട് അങ്ങ് പോയ കാര്യമൊന്നുമില്ല കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് നന്നായി നോക്കും, നനയ്ക്കും, വളം ഇട്ട് കൊടുക്കും, കാര്യങ്ങളൊക്കെ ചെയ്യണേ. കൂടുതലും എങ്ങനെയൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിലും ചെടിക്കകത്ത് കുറേ കീടങ്ങളും കാര്യങ്ങളൊക്കെ വരും. അപ്പം നമ്മളെന്നും ഓരോ മരുന്ന് മേടിച്ച് അടിക്കുക എന്നുള്ളതല്ല എപ്പോഴും ചെയ്യേണ്ടത്. എന്നും വന്ന് നോക്കുക, ഇലേൻ്റെ അടിയിലും കാര്യങ്ങളും നമ്മൾ അതിനെ നന്നായിട്ട് പരിചരിക്കുക, അങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പം പിന്നെ നമ്മുടെ അടുക്കളയിൽ കിട്ടുന്ന സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഫെർട്ടിലൈസറൊക്കെ ഉണ്ടാക്കി തളിച്ചു കൊടുക്കുക, അങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത് കേട്ടോ. ഇതെല്ലാം നന്നായിട്ട് നോക്കുന്ന ചേട്ടായിയാണ്, ഞാനും കൂടെ സഹായിക്കും അങ്ങനെ. അപ്പോൾ ചേട്ടായി എപ്പോഴും രാവിലെ വൈകുന്നേരമൊക്കെ വന്ന് നോക്കും കേട്ടോ. അപ്പം ഞങ്ങൾ ഫെർട്ടിലൈസറായിട്ട് അടിച്ചു കൊടുക്കുന്നത് നീം ഓയിലും സോപ്പും പിന്നെ നമ്മുടെ വെളുത്തുള്ളിയും കൂടി ഇടിച്ച് എല്ലാം കൂടി കലക്കി ആ മിശ്രിതമാണ് കേട്ടോ. ആ വെള്ളമാണ് തളിച്ചു കൊടുക്കുന്നത്. സ്പ്രേ ബോട്ടിലാക്കി സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ കീടങ്ങളൊന്നും കാണണ്ട. അതിന് മുമ്പ് നമ്മൾ ആഴ്ച 2-3 ദിവസം കൂടുമ്പോൾ അടിച്ചു കൊടുത്താൽ എത്രയും നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഞാൻ മണ്ണൊക്കെ ഇട്ട് കരികിലൊക്കെ പൊതിയിട്ട് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നന്നായി നനച്ചു കേട്ടോ. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. നിങ്ങളിങ്ങനെയാണോ തക്കാളി ചെടിയൊക്കെ പരിപാലിക്കുന്നത്, നടുന്നതെന്നൊക്കെ പറയണം. വളം ചാണകപ്പൊടിക്ക് പകരം ആട്ടിൻകാഷ്ടമോ പിന്നെ എന്താ പറയുക കോഴിക്കാഷ്ടം അങ്ങനെ ഏത് വേണമെങ്കിലും ഇട്ട് കൊടുക്കുന്നത് കുഴപ്പമില്ല. നന്നായി നനച്ച് കൊടുക്കണം കേട്ടോ, വളം ഇട്ട് കഴിയുമ്പോൾ പ്രത്യേകിച്ചും. അപ്പോൾ അടുത്ത വീഡിയോ കാണാൻ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ടാറ്റാ ബൈ ബൈ. ഓക്കേ.